ഉത്രാടം നക്ഷത്രം. എത്ര വലിയ പരീക്ഷണങ്ങൾക്കിടയിലും സ്വന്തം ലക്ഷ്യത്തിൽ നിന്ന് ഒരടി പോലും മാറാതെയുള്ള അചഞ്ചലമായ കാത്തിരിപ്പാണ് നിങ്ങളുടെ ശക്തിയെങ്കിൽ, കഠിനാധ്വാനം ചെയ്തിട്ടും തക്കതായ ഫലം കിട്ടാതെ മറ്റുള്ളവരുടെ വിമർശനങ്ങൾ കേട്ട് മനസ്സ് മടുത്ത ഒരു അനുഭവത്തിലൂടെയാണോ നിങ്ങൾ കടന്നുപോകുന്നത്? ധനുക്കൂറിലും മകരക്കൂറിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ ഈ കാത്തിരിപ്പും പരീക്ഷണങ്ങളും വെറുതെയല്ല. കേട്ടോളൂ, ചിങ്ങം ഒന്നോടെ പിറക്കുന്ന 1202 കൊല്ലവർഷം നിങ്ങൾക്ക് വെറുമൊരു സാധാരണ കൊല്ലമല്ല. ഇത്രയും കാലം നിങ്ങളെ പരീക്ഷിച്ച വിധി നിങ്ങൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ പോകുന്ന സുവർണ വർഷമാണിത്. അത്യപൂർവമായ ഗൃഹസ്ഥാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം കൊണ്ടുവരാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. എന്നാൽ ഈ വലിയ നേട്ടങ്ങളുടെ വാതിൽ തുറക്കുമ്പോഴും നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ പോകുന്ന ഒരു വലിയ അബദ്ധം കാത്തിരിപ്പുണ്ട്. ഉത്രാടം നക്ഷത്രക്കാർക്ക് 1202 സംഭവിക്കാൻ പോകുന്ന സാമ്പത്തിക, തൊഴിൽ, കുടുംബ ആരോഗ്യ മാറ്റങ്ങൾ എന്തൊക്കെ പൂർണ്ണമായി അറിയാൻ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാന നിമിഷം വരെ കാണുക. സൂര്യൻ അധിപനായ ഉത്രാടം നക്ഷത്രക്കാർ പൊതുവെ സത്യസന്ധതയും കാര്യപ്രാപ്തിയും നേതൃപാടവവുമുള്ളവരാണ്. ഒരിക്കൽ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് പൂർത്തിയാക്കുന്നത് വരെ വിശ്രമമില്ലാതെ പോരാടുന്നവരാണ് നിങ്ങൾ. 1202 കൊല്ലവർഷത്തിലേക്ക് കാൽവെക്കുമ്പോൾ ഗ്രഹനിലയിൽ സംഭവിക്കുന്ന വൻ മാറ്റങ്ങൾ ഉത്രാടം നക്ഷത്രക്കാർക്ക് മികച്ച ഫലങ്ങളാണ് സമ്മാനിക്കുന്നത്. ധനുക്കൂറിൽ വരുന്ന ഉത്രാടം ആദ്യപാദക്കാർക്ക് വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതി വലിയ ഭാഗ്യാനുഭവങ്ങളും, മകരക്കൂറിൽ വരുന്ന 2, 3, 4 പാദക്കാർക്ക് ശനിയുടെ സാന്നിധ്യം കഠിനാധ്വാനത്തിന് അനുയോജ്യമായ വലിയ പ്രതിഫലങ്ങളും നൽകും. തോറ്റുകൊടുക്കാതെയുള്ള നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അർഹിച്ച സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഈ വർഷം തേടിയെത്തും. എന്നാൽ അനാവശ്യമായ ശാഠ്യവും പിടിവാശിയും ഒഴിവാക്കുക എന്നത് മാത്രമാണ് ഈ 1202 നിങ്ങളുടെ പ്രധാന വിജയരഹസ്യം. ഇനി ഏതൊരു വ്യക്തിയും ഉറ്റുനോക്കുന്ന തൊഴിൽ കരിയർ മേഖലയിലേക്ക് വരാം. 1202 ഉത്രാടം നക്ഷത്രക്കാരുടെ ജോലിയിൽ എന്തെല്ലാം വലിയ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത്? നിങ്ങൾ ഒരു സ്ഥിര ജോലിക്കായി അലയുന്ന ആളാണോ? അല്ലെങ്കിൽ കരിയറിൽ വലിയ സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ വലിയ അനുകൂല വാർത്തകൾ എത്തും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും പരീക്ഷകൾ എഴുതുന്നവർക്കും ഈ വർഷം അനുകൂല ഫലങ്ങൾ കാണുന്നുണ്ട്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിസ തടസ്സങ്ങളൊക്കെ മാറി അനുയോജ്യമായ അവസരങ്ങൾ ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രശംസയും പുതിയ ചുമതലകളും ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കാനും ബിസിനസ് വിപുലീകരിക്കാനും സാധിക്കും. റിയൽ എസ്റ്റേറ്റ്, നിർമ്മാണം, രാഷ്ട്രീയ ഭരണ രംഗങ്ങൾ, അധ്യാപനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വർഷം വൻ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും. സാമ്പത്തിക വശത്തേക്ക് നോക്കുകയാണെങ്കിൽ 1202 ഉത്രാടം നക്ഷത്രക്കാർക്ക് വലിയ ആശ്വാസവും സുരക്ഷിതത്വവും നൽകുന്ന വർഷമാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അലട്ടിയിരുന്ന കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടി തീർക്കാൻ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും. അപ്രതീക്ഷിതമായ ചില ഉറവിടങ്ങളിൽ നിന്ന് ധനാഗമനം ഉണ്ടാകും. പഴയ വസ്തുവകകളോ വീടോ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ലാഭം ലഭിക്കും. സ്വന്തമായി വീട് പണിയാനോ ഭൂമി വാങ്ങാനോ ആഗ്രഹിക്കുന്നവരുടെ സ്വപ്നം ഈ 1202 യാഥാർത്ഥ്യമാകും. പക്ഷേ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു പ്രധാന ജാഗ്രത വേണം. കയ്യിൽ പണം വരുമ്പോൾ ആവേശത്തിന്റെ പുറത്ത് അപകടകരമായ സാമ്പത്തിക ഇടപാടുകളിലോ വ്യക്തതയില്ലാത്ത ബിസിനസ് പ്ലാനുകളിലോ പണം നിക്ഷേപിക്കരുത്. മറ്റുള്ളവർക്ക് വലിയ തുകകൾ കടം കൊടുക്കുന്നതും ശ്രദ്ധിക്കണം. സാമ്പത്തിക അച്ചടക്കം പാലിച്ചാൽ ഈ വർഷം വലിയൊരു സമ്പാദ്യം നിങ്ങൾക്കുണ്ടാക്കാൻ സാധിക്കും. കുടുംബജീവിതത്തിലും വ്യക്തിബന്ധങ്ങളിലും ഈ വർഷം ഉത്രാടം നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടാകും? കുടുംബത്തിൽ മാനസിക സന്തോഷവും ശാന്തിയും നിലനിൽക്കും. ദീർഘകാലമായി നീണ്ടുപോയ വിവാഹാലോചനകൾ ഉത്രാടം നക്ഷത്രക്കാർക്ക് സഫലമാകും. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര സഹകരണവും സ്നേഹവും വർദ്ധിക്കും. സന്താനങ്ങളുടെ വളർച്ചയിലും അവരുടെ വലിയ നേട്ടങ്ങളിലും നിങ്ങളെ ഏറെ അഭിമാനിക്കും. എന്നാൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒട്ടും അശ്രദ്ധ കാണിക്കരുത്. സൂര്യന്റെ നക്ഷത്രമായതിനാൽ അമിതമായ ചൂട് മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ, പ്രഷർ അല്ലെങ്കിൽ നേത്ര സംബന്ധമായ ചെറിയ ബുദ്ധിമുട്ടുകൾ എന്നിവ നിങ്ങളെ അലട്ടിയേക്കാം. കൃത്യമായ ഭക്ഷണ രീതിയും വ്യായാമവും ദിനചര്യയുടെ ഭാഗമാക്കുന്നത് ആരോഗ്യം മികച്ചതാക്കാൻ സഹായിക്കും. 1202 അനുഭവപ്പെടാവുന്ന ചെറിയ തടസ്സങ്ങളെ അതിജീവിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഇരട്ടിയാക്കാൻ ഉത്രാടം നക്ഷത്രക്കാർ ചില ലളിതമായ പരിഹാരങ്ങൾ ചെയ്യുന്നത് അത്യുത്തമമാണ്. ഞായറാഴ്ചകളിൽ സൂര്യഭഗവാനെയും ശിവനെയും ഭജിക്കുന്നത് വളരെ വിശേഷമാണ്. ദിവസവും രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുന്നതും ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നതോ കേൾക്കുന്നതോ നിങ്ങൾക്ക് കഠിനമായ ആത്മവിശ്വാസവും തടസ്സമില്ലാത്ത വിജയവും നൽകും. ശിവക്ഷേത്രത്തിൽ ധാര അല്ലെങ്കിൽ പിൻവിളക്ക് നടത്തുന്നത് ദോഷങ്ങളെ അകറ്റും. ചുരുക്കത്തിൽ വിവേകത്തോടും ധൈര്യത്തോടും മുന്നോട്ട് പോയാൽ 1202 കൊല്ലവർഷം ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ സുവർണ കാലഘട്ടമായി മാറും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉത്രാടം നക്ഷത്രക്കാരായ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. കൂടുതൽ കൃത്യമായ നക്ഷത്രഫലങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ഉത്രാടം നക്ഷത്രക്കാർക്കും സർവ്വമംഗളങ്ങൾ നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.